Hey guys, welcome back to our channel My Mansa. ശരിക്കും ഒരു കോമഡി പറഞ്ഞതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് അതുകൊണ്ട് തിരിച്ചു പോയതാണ്. കോമഡി വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ട് പോണോ? സ്റ്റേക്കേഷൻ. എവിടെ? വണ്ടർ പാലസ്. ഞാനേ ഫ്ലാഷ് ബാക്ക് ഇടാട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സ്റ്റേക്കേഷനിൽ. നമ്മൾ 2 ഹോട്ടലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഒരു ഹോട്ടലിൽ നമ്മൾ ചൂസ് ചെയ്തുള്ളൂ. അത് മാത്രല്ല ഒരു വൈബ് കിട്ടുന്നില്ല. ഒരു ഹോട്ടലിൽ കഴിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ നമ്മൾ വേഗം ഒരു എന്താണ് ധൃതിയിൽ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ഹോട്ടലിൽ തന്നെ 2 ഡേയ്സ് സ്റ്റേക്കേഷൻ പോലെ ആക്കാന്ന് വെച്ചു. അപ്പൊ നമ്മളിവിടെ വണ്ടർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു വയ്യാഞ്ഞിട്ട്. അമ്മയും പപ്പയും ഇവളും കൂടി പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. 3-4 ഹോട്ടലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈദ് ഹോളിഡേസിന് പോകാൻ പ്ലാൻ ഇട്ടപ്പോ പോവാൻ ആ സമയത്തൊന്നും സാധിച്ചില്ല. കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നാട്ടിലേക്ക് പോണതിന് മുമ്പ് ഈ ഒരു സ്റ്റേക്കേഷൻ ഇവിടെ ഇന്ന് പോയി എന്തായാലും സമ്മർ വെക്കേഷൻ എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ നാട്ടിലായിരിക്കും. എക്സാം ഒക്കെ കഴിഞ്ഞു റിലാക്സ്ഡ് ആയി. പക്ഷെ ഒരു കുറച്ച് ദിവസം കൂടി സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെക്കേഷൻ ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ അതിന് മുമ്പ് സ്റ്റേക്കേഷൻ 2 days. ഉള്ളുന്ന വെയിലാണ് കേട്ടോ. അമ്മയൊക്കെ ബാഗും തൂക്കിക്കൊണ്ട് വരണോക്കെ. നല്ല വെയില്. കണ്ണ് കാണാൻ വയ്യേ, ചെവി കേൾക്കാൻ വയ്യേ. നമ്മളിപ്പം വണ്ടർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി. എങ്ങനെയുണ്ട് അമ്മ? എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മൊത്തം കാണിച്ചിട്ടില്ല. അമ്മ ഇങ്ങോട്ട് വാ. നമ്മളിപ്പോ ലിഫ്റ്റിലാണ് കേട്ടോ. റൂം നമ്പർ 303, 3rd floor. ഒരു പ്ലെയിൻ 303. ഹോം ടൂർ എടുക്കണ്ടേ? സോറി 303. ഹായ്. ഹോം ടൂർ എടുക്കണ്ടേ? പപ്പ വരണുള്ളൂ ഗൈസ്. പപ്പ താഴെ എന്തോ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ നിർത്താൻ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ റൂമിലെത്തി. നന്നായിട്ടുണ്ട്. ഒരു സിംഗിൾ ബെഡ്, പിന്നെ അതായത് ഇതാ 2 സിംഗിൾ ബെഡ് ഉണ്ട്, പിന്നെ ഒരു കിങ് സൈസ് ബെഡും ഉണ്ട്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിവിടെ പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. സമയം ഇപ്പം 7:25. ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇവിടെ അമ്മ ഇവിടെ ഉണ്ട്. ഗായ്സ് നമ്മളിപ്പോൾ പൂളിലോട്ട് പോകാൻ പോവാണ്. കടലിന്റെ കടലേ
വേറെ ആരും ഉപയോഗിക്കുന്നില്ല. കടലമ്മ കടലിന്റെ കടല് അവ കളിക്കേ കടലമ്മ പൂളിലെത്തി. അപ്പോൾ നമ്മൾ പൂള് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളപ്പോൾ നോക്കട്ടെ. ഇതൊക്കെയാണ് വ്യൂസ് ഗൈസ്. ഇതാണ് ഗൈസ് പൂൾ. 1.49 meter. ഫോട്ടോ എടുത്ത് ചൂടുണ്ടോ? നമ്മളിപ്പം പൂളിലാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കരുത്, അതാണ് നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തത് ആഡ് ചെയ്യാം കേട്ടോ. അമ്മ പൂളിൽ ഇറങ്ങണേ ഉള്ളൂ, കാരണം വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പോൾ അമ്മയായിട്ടാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പൂളിൽ കളിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ. യാ ഓക്കെ ബൈ. നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങിക്കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ അതൊക്കെ ഓർഡർ ചെയ്ത് 1 മണിക്കൂർ മുന്നേ ഓർഡർ ചെയ്തത്. പക്ഷേ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പൂളിൽ ഇറങ്ങിയപ്പോൾ അവരിങ്ങോട്ട് എത്തിച്ചു. അപ്പം നമ്മൾ ചിക്കൻ എന്താ സംഭവം, ഇത് ചീസ് ബോളും പിന്നെ സമൂസ, വെജ് സമൂസ പറഞ്ഞു, പിന്നെ 3 ചായ പറഞ്ഞിട്ടായിരുന്നു. സംഭവം നമ്മൾ പൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതവർ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാം. അത് കഴിച്ചോ? എങ്ങനെയുണ്ട്? നമ്മള് വീട്ടില് സ്നാക്ക് ഉണ്ടാക്കി നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ചെയ്തപ്പോ. ഞാൻ പറഞ്ഞോ എങ്ങനെയുണ്ട്? പശു ഇല തിന്നണം. എങ്ങനെയുണ്ട് മസായ? കരക്കല്ല. Now let's taste samosa. അത് നോക്കണു. ഇതുണ്ടോ? ഇതിനാട്ടിലോട്ട് മത്സര വിട്ടോ വിട്ടോ. 2.5 മണിക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ ബോൾ കൊണ്ട അമ്മ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഇഷ്ടമായില്ല. ബോൾ ഇങ്ങോട്ട് കൊണ്ടാന്ന്. ചീസ് സമൂസ. ഇവിടെ കളിച്ചോണ്ട് നടക്കുന്നത്. രാവിലെ നോർമലായിരിക്കുന്ന പറഞ്ഞവര്. ഞാനിവിടെ പുതച്ചു മുട്ടിട്ടിരിക്കാറ്. വെച്ചത് വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം പൂളിൽ നിന്നൊക്കെ തിരിച്ചിട്ടോ. പറയൂ എന്തൊക്കെയാണ് പൂളിന്റെ അടിപൊളി ഡാൻസ് ഉള്ളതുകൊണ്ടാണ് കേസ് നേരത്തെ ഇറങ്ങിയത്. അല്ലെങ്കിലും 7 മണിക്ക് കഴിയും. വെള്ളം നല്ല ചൂട്, സമ്മർ സീസൺ ആയതുകൊണ്ട് ഒരു ചില്ലി കിട്ടിയില്ല. കുഴപ്പമില്ല, എന്തായാലും ടൈം ഷോർട്ട് ആയിരുന്നു. പിന്നെ നേരത്തെ പോണം, കാരണം ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. പ്രോഗ്രാം ഉണ്ട് തിങ്കളാഴ്ച. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഫ്രഷപ്പായി. ഞാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും ഇട്ടത്, കാരണം കുറേ നേരം ഇട്ടില്ലല്ലോ. പിന്നെ പൂളിലൊക്കെ കളിച്ച് നമ്മളിപ്പോൾ ഫ്രഷായി മേലൊക്കെ ഒന്ന് കഴുകി. അച്ഛനും മാനസയും കൂടിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോയി. അവൾക്ക് ഈ വരുന്ന മൺഡേ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിന് ആസിഫ് അലി അവരൊക്കെ വരുന്നുണ്ട്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റേതായിട്ടൊരു ബേസിന് അവൾക്കൊരു ഡാൻസ് ഇതുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അതിന് പോയി. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അമ്മ അതപ്പോൾ അവിടെ ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. യെസ്. അപ്പം ഞാനപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടെ. അപ്പോഴേക്കും മാനസി അച്ഛൻ വരും വിചാരിക്കണു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഗായ്സ്, നമ്മളപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ബൊഫേ ആണ് നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോവാണ്. മാനസേനെ ഇനി പിക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. യെസ്. സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ബൊഫേ ആണ് കഴിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് ഇനി നമുക്കുള്ളിൽ വെജ് സൂപ്പ്, ചിക്കൻ സൂപ്പ്, വെജ് ഹോട്ടൽ സൂപ്പ്, സമോസ, ചിക്കൻ. അമ്മ സ്വീറ്റ് കഴിക്കണേ ഗായ്സ്. ഷുഗർ അടിച്ച് പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗുലാബ് ജാമുൻ എടുത്തു, കാരമൽ പുഡിങ് എടുത്തു. കാരമൽ പുഡിങ് വായു വയ്ക്കാൻ കൊള്ളില്ല, മുട്ടയുടെ ഫുൾ ടേസ്റ്റ് അവിടെ വെച്ച്. പിന്നെ ഇത് മാത്രം കഴിച്ചു, കാരണം ഗുലാബ് ജാമുൻ മാത്രം കഴിച്ചു. കഴിച്ചിപ്പോൾ വേറെ എന്താ സ്വീറ്റ് എടുക്കാൻ പോകുന്നു. എനിക്കിപ്പോൾ സ്വീറ്റിനോട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്, സ്പൈസി മാത്രം ഇഷ്ടമുള്ളൂ. സ്വീറ്റ്സ് നിർത്തിയതല്ല, കുറച്ച് കഴിക്കും, പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴെങ്കിലൊക്കെ സ്വീറ്റ്സ് എനിക്കെന്താ ഉമ്മാരി സ്വീറ്റ്. അപ്പോൾ ഒന്ന് കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉമ്മാലി സ്വീറ്റ് 2.0. I don't like green apple, so വെറും കൈയോടെ പോയില്ല. You can have a box. yeah. ഇവിടെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് കഴിക്കണ കേട്ടാ. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല വേർത്തായിരുന്നു ഫുഡ്. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇന്നത്തെ കംപ്ലീറ്റ് ആയി. ഇപ്പം നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യും. ഇനിയിപ്പോൾ നാളെ രാവിലെ എണിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ബൊഫേ തന്നെയാണ്. ലൈക്ക് ഹോട്ടലിൽ ബൊഫേ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും. സോ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. റൂമിലൊക്കെ എത്തിയ ഒരു വിശേഷം ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ട് നമ്മൾ ഇന്നിടും. ഇനിയിപ്പം പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് ഡേ ഇടാം. നാളെ ഫുൾ റൂമിൽ തന്നെ ഉണ്ടാവും. നാളെ ഫുൾ റൂമിൽ തന്നെ ഉണ്ടാവും, എങ്ങോട്ടും പോകുന്നില്ല. പ്രാക്ടീസ് ചിലപ്പോൾ നാളെ രാവിലെ ആണോ വൈകുന്നേരം ഒന്നും അറിയില്ല, വിളിച്ചാൽ പോവും. പിന്നെ പൂളിലൊക്കെ പോയി കളിക്കണം. ഇന്നിപ്പോൾ കുറച്ച് നേരം കളിക്കാൻ പറ്റില്ല, ജസ്റ്റ് 1 hour കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ see you in the next vlog. Bye.